ചമൻ തേച്ച് മോളിക്കാർ. ഹലോ, നമ്മൾ മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഈ പറയുന്ന മരണപ്പെട്ട പെൺകുട്ടി ആ പുഴ എന്ന് പറഞ്ഞ. നമസ്കാരം. പ്രാർത്ഥനകൾ വിഫലം. ശ്രീനന്ദ ഇന്ന് നമ്മളെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. സംഭവം സത്യമാണ്. ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഈ വാർത്ത വരുന്ന മുമ്പെയാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതുപോലെ ശ്രീനന്ദയെ തട്ടിക്കൊണ്ട് പോകാനുള്ള ചാൻസസ് ആണ് വളരെ കൂടുതൽ, അല്ലാതെ അവിടെ നിന്ന് വന്ന് വിടാനുള്ള ചാൻസസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഞാനത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. എന്തായാലും മൃതദേഹം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ സാധനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കാരണം അതങ്ങനെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മൃതദേഹം കിട്ടി എന്നുള്ളത് സത്യം തന്നെ. അതായത് ശ്രീനന്ദ നമ്മുടെ പ്രാർത്ഥന എന്നും ഫലിച്ചില്ല. ശ്രീനന്ദ ഒരു തീരാ ദുഃഖമായിട്ട് മരണപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അവിടെ ഇത് വീണ തന്നെയാണോ മരിച്ചത്, അത് ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നുള്ളത് വളരെ വളരെ പിന്നെ ദുരൂഹമായി തുടരുന്നു എന്നുള്ളതാണ്. അവരുടെ ഈ ബന്ധു തന്നെ പറയുന്നുണ്ട് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, നമ്മൾ അവിടെ പോയി അന്വേഷിച്ചതാണ്, ഇതിപ്പോൾ ആരോ കൊണ്ടിട്ടതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിലുള്ള പരാമർശത്തിൽ ആരെങ്കിലും ഇവിടെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്നുള്ള പരാമർശത്തിൽ അത് എഴുതിത്തള്ളാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തത് എന്നുള്ളത്. ഇനി എന്താണ് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം. പാലക്കാടുള്ള ഒരു 50 അംഗ സംഘം എന്ത് ചെയ്യുന്നു, ബാംഗ്ലൂരിൽ കർണാടക ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ട്. ഇത് ബാബ ബുദ്ധൻഗിരി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയും അവരുടെ കൂട്ടിയെല്ലാം 15 ഏതാണ്ട് 50ഓളം പിന്നീട് ആൾക്കാരുണ്ടായിരുന്നു. ശ്രീനന്ദ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുന്ന പെൺകുട്ടി കൂടിയാണ്. ഓക്കെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് അവർ ഈ പറയുന്ന കൂട്ടുകാരികളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് അതിനുശേഷം ശ്രീനന്ദയെ കാണുന്നില്ല എന്നുള്ളതാണ്. 4 ദിവസമായി അവരെന്തൊരു ഈ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ടാണ് ശ്രീനന്ദ പോയത്. അതിനുശേഷം നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ അത്രയും തിരക്കി, അവിടെ അത്രയും എന്ത് ചെയ്തു, അവർ അന്വേഷിച്ചു. ശ്രീനന്ദയെ കാണുവാനില്ല. അവരെ പിന്നെ എന്ത് ചെയ്തു, പോലീസിൽ പരാതി കൊടുക്കുന്നു. ഡ്രോൺ വഴിയും ഈ പറയുന്ന വടം വലിച്ചൊക്കെ ഇന്നലെ 4 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് പിന്നീട് എന്താണ് അന്വേഷണം. ശ്രീനന്ദയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു എന്നാണ്. അപ്പൊ തന്നെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തോ തട്ടിക്കൊണ്ട് പോയത്, അങ്ങനെ അവൾക്ക് വീഴാനുള്ള ഒരു ചാൻസും അവിടെ ഇല്ല എന്ന് അമ്മയുടെ മൊഴിയൊക്കെ വന്നത് കിട്ടുന്നതാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ അറിയുന്നു 1500 അടി താഴ്ചയിൽ ഈ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടി എന്നുള്ളത്. പക്ഷേ ഇവിടെ വൻ ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം അവരുടെ ബന്ധു പറയുന്ന ഒരു സാധനം കണ്ടതിന് ശേഷം മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്ലിപ്പും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം കേട്ടോ. ആദ്യം ഈ പറയുന്ന അവരുടെ ബന്ധു പറയുന്ന സംഭവം. ഇപ്പോൾ ഈ ബോഡി കിട്ടുന്ന സ്ഥലത്തെല്ലാം അപ്പോൾ പോയി തെരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും കണ്ടിട്ടില്ല. പിന്നെ അന്ന് തെരഞ്ഞിരുന്നു. അതന്നെ അന്ന് 5:30 ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളത് ഞങ്ങൾ സ്ഥിരീകരിച്ചു. 5:30 കറക്റ്റ് 5:30 തന്നെ കുട്ടിയെ കാണാനില്ല. അപ്പോഴേ എല്ലാവരും തിരയാൻ തുടങ്ങി. ഒരുപാട് പേര് ഇതിലൊക്കെ ഇറങ്ങിയെല്ലാം നോക്കി. അവിടുത്തെ ലോക്കൽ ഒരു ഹോട്ടലുകാരനൊക്കെ ഉണ്ടായിരുന്നു. പ്രദേശവാസികളുടെ കടകളല്ലേ, അതൊരു സംശയമാണല്ലേ കുടുംബത്തിൽ? എനിക്ക് സംശയം ഈ ഡോഗ് സ്ക്വാഡ് ആ ഡോഗ് കയറി വന്ന ആ കടക്കാരന് ഇതിനെപ്പറ്റി അറിയാം. അയാൾ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ഒരു കടക്കാരന്റെ കേസ് പുള്ളി പറഞ്ഞിട്ടോ, ഇതിവിടെയൊക്കെ പുള്ളി ഇപ്പോഴും സംശയമാണ് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ തിരക്കുന്ന ആ സംഭവത്തിൽ ഇല്ലായിരുന്നു. അവിടെ അപ്പോൾ ആ ഒരു മൃതദേഹം ഇല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ മൃതദേഹം അവിടെ വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള അവരുടെ സംശയം. അതുപോലെ ഈ ഡോഗ് സ്ക്വാഡ് വന്നപ്പോൾ ഒരു കടക്കാരന്റെ അടുത്തേക്ക് പോയി. ആ ഡോഗ് ഒരു കടക്കാരന്റെ അടുത്തേക്ക് പോയി. ആ കടക്കാരനെ അവർക്ക് സംശയമുണ്ട് എന്നാണ് ബന്ധു പറയുന്നത്. ഓക്കെ. അതിനുശേഷം നിങ്ങൾ അത് അറിയിച്ചിരുന്നില്ലേ അധികൃതരെ? അപ്പൊ അവരെന്താണ് പറഞ്ഞത്? അവരത് അന്വേഷിക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ കാണാതായ അപ്പൊ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അരമണിക്കൂർ എടുത്ത് കാണും. കാരണം 6 മണിയാണ്. അവിടെ നിന്ന് 10-20 മിനിറ്റ് ഞങ്ങൾക്ക് താഴത്തേക്ക് പോകണമായിരുന്നു. കുറേ പേര് ഇവിടെ തിരഞ്ഞു. 2 പേര് അവിടെ നിന്നൊരു വണ്ടി എടുത്ത് നേരെ അവിടുത്തെ ഔട്ട് പോസ്റ്റിൽ നിന്ന് വിവരം അറിയിച്ചു. അവർ വന്നു മാസയിടെല്ലാം തിരഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ തിരിച്ചിറങ്ങുമ്പോഴാണോ കുട്ടിയെ കാണാതാവുന്നത്? തിരിച്ചിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങുമല്ല, അവിടെ ശരിക്കും കയറുമായിരുന്നു. കാരണം താഴെയാണ് വ്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറുന്നതിന് ആ സമയത്താണ് ഇതുണ്ടായത്. ഈ കുട്ടി ആരെങ്കിലും പിന്തുടരുന്ന ഒരു സംശയം ഇല്ല. നിങ്ങൾ മാത്രമായിരുന്നു ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആ പോയിന്റിൽ നിന്ന് ഞാനാണ് വന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല. അത് 5:26 അവിടെ വന്നത്. അപ്പോൾ 5:20, 22 വരെയൊക്കെ ഈ കുട്ടി ശരിക്കും അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഈ കുട്ടി ഇപ്പുറത്തെ സൈഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറിയത്. ഇത് കാൽവഴുതി വീണതാണ് എന്നുള്ള ഒരു പ്രാഥമികമായിട്ട് ഇത് അപകടമല്ല. ഇത് സുരക്ഷ ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നില്ലേ കൂടുതലും അവിടെ? കൃത്യമായിട്ട് ബന്ധു പറയുന്നത് ഇത് കാൽ വഴുതി വീണതല്ല, ഇത് അപകടമല്ല, ഇത് ആരോ അപായപ്പെടുത്തിയതാണ്, മൃതദേഹം പിന്നെ കൊണ്ടിട്ടതാണ് എന്നുള്ളതാണ്.
ഈ ബന്ധു ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെ ഒരുപാട് അപകടങ്ങളൊന്നും ഇല്ല അവിടെ. അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. മോള് ഈ ട്രക്കിങ്ങിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് കുട്ടി ഒറ്റക്ക് വഴിമാറിയേറ്റം പോയിരുന്നു? ഇല്ലല്ല, അതിനുള്ള ഒരു സാധ്യതയില്ല. സപ്പോസ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടതിൻ്റെ ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഒരു കടയുടെ അസലിക്ക് ഡോഗ് കയറി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് കയറി അവിടെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതൊരു ആക്സിഡൻ്റാന്ന് ഉറപ്പിക്കുമായിരുന്നു. ഇത് ഈ വെള്ളച്ചാട്ടം തൊട്ട് തന്നെയാണ്? വെള്ളച്ചാട്ടം കുറച്ചുകൂടെ അപ്പുറത്താണ്. അവിടേക്കൊരു 100-150 മീറ്റർ ആണ്. അവിടേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ? അവിടേക്ക് പോകുകയാണെങ്കിൽ ഇവരെ ക്രോസ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവരവിടെ ആൾറെഡി നിൽപ്പുണ്ട്. ഇല്ല, ഞാൻ പോയിരുന്നു. ഞാൻ ആദ്യം അവിടെ പോയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചങ്ങോട്ട് വന്നത്. ശ്രീനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? അവർ ഇതന്നെ പറഞ്ഞു, അവരവിടെ നിൽക്കുമ്പോഴാണ് ഇവള് മുകളിലോട്ട് കയറി പോയെന്ന് പറഞ്ഞു. ഏതാനും മിനിറ്റുകൊണ്ടാണ് സംഭവിക്കുന്നത്. മറ്റ് ശബ്ദങ്ങളോ ഒന്നും കേട്ടില്ല? ഇല്ല, ഒന്നും കേട്ടില്ല. ഇപ്പോൾ ഒരു 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അല്ല, ഇപ്പം അവിടെ നിന്ന് വിളിച്ചപ്പോൾ എന്നെ സതീഷാണ് വിളിച്ചത്. സതീഷ് പറഞ്ഞാൽ ഒരുപാട് താഴ്ത്തൊന്നല്ല, കുറച്ച് മുകളിൽ തന്നെ, നമ്മൾ ഇറങ്ങിപ്പോയി അത്ര ആ ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതിനകത്ത് അവർ പറയുന്നത് കണ്ടല്ലോ, അതായത് കുറച്ച് സമയത്തിനുള്ള ഡിഫറൻസ് ആണ്, കുറച്ച് സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ ഈ പെൺകുട്ടി കാണാൻ പോകണമെങ്കിൽ കൂടി ഇവരെ കടന്നുകൊണ്ടാണ് പോകുന്നത്. ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ താഴെയാണ്. ഇവര് വ്യൂ താഴെ കണ്ടതിന് ശേഷം മേളിലോട്ട് കയറുകയായിരുന്നു, ഇവര് തിരിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഈ പുള്ളി പിന്നെന്താണ് പറയുന്നത്, ഉറപ്പിച്ച് പറയുകയാണ് ഇതൊരു അപകട മരണമല്ല, ഇതാരോ മനഃപൂർവ്വം അപകടപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി ഇവർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയും ഈ പറയുന്ന ഇവരുടെ സുഹൃത്തുക്കൾ, ഈ പറയുന്ന കസിനോ അങ്ങനെ ആരുമായിട്ട് ഇവർ 3 പേരായിട്ട് ഒറ്റയ്ക്ക് ഇവരുടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കിവിടെ വെക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം, എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഇവിടെ വെക്കാം. ഹലോ, ആ പോയതാണ് പെൺകുട്ടി. അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല. ഈ 3 പെൺകുട്ടികളെ കൊച്ചു കുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളാണെങ്കിൽ തൊട്ടടുത്തൊക്കെ അപ്പുറത്തൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. അവിടെ ഇരിക്കാൻ നോക്കിയതാ, നമ്മൾ വന്നെടുത്ത് ഒന്നുമില്ല എന്നാണ് ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി പറയുന്നത്. നമ്മൾ അവിടെ ഇരിക്കാൻ നോക്കിയത് അവിടെ ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ കൂടെ ആരെയും കാണുന്നത് തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. ഈ 3 പെൺകുട്ടികൾ പ്രത്യേകിച്ച് വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് വലിയ മൂത്തവരാരോ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. ഹലോ, നമ്മൾ മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഈ പറയുന്ന മരണപ്പെട്ട പെൺകുട്ടി ആ പുഴ എന്ന് താഴെ ഒരു പുഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടി താഴെ പുഴയിലോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അവിടെ വെച്ച് കട്ടാകുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരു കേട്ടോണേ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല. ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. നമ്മള് മുകളിലേക്ക് അവിടെ ഇടിക്കാൻ വേണ്ടി നോക്കിയതാണ്. അവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നത്. പിന്നെ ഈ പെൺകുട്ടി പുഴ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷിച്ച് താഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു വാർത്തയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പെൺകുട്ടികൾ പറഞ്ഞത്, കൂടെ നിന്ന് പെൺകുട്ടികൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി 100 മീറ്റർ അപ്പുറയുള്ള ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അവർ പോയപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു, മരണപ്പെട്ട പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടില്ല. അപ്പോൾ എപ്പോഴത്തേക്ക് ഇവരെന്ത് കരുതി നേരെ ഈ പറയുന്ന വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവാം എന്ന് കരുതി ഒരു ഇതിലാണ് ഇവർ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നത്. വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല. അപ്പൊ തൊട്ട് തന്നെ നല്ല രീതിയിൽ തിരച്ചിൽ നടത്തി. കാരണം 10-50ഓളം പേരുണ്ട്. അതുപോലെ ഒരു 10 അംഗ സംഘം വേറൊരു കേസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇവർ നേരത്തെ പരിശോധന നടത്തിയതാണ്. ആ ഒരു ബന്ധു പറയുന്ന ഒരു 1500 അടിയൊന്നുമല്ല, അത്രയും താഴ്ചതിന് അതിന് മുകളിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വാർത്തകളിൽ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ മല അവിടെ നിന്ന് അങ്ങനെ വീഴാനുള്ള, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വീഴാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ അത് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപകടം പറ്റി വീഴാനുള്ള, കാലി തെറ്റി വീഴാനുള്ള ചാൻസസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഈ പെൺകുട്ടി മനഃപൂർവ്വം ചെയ്തിരിക്കണം എന്നതാണ്.
മനഃപൂർവ്വം ചെയ്തെങ്കിൽ അല്ല എന്താ വെച്ചാൽ വീഴാനുള്ള ചാൻസ് ഇല്ലെന്ന് വീഴുമ്പോൾ എന്തെങ്കിലും ഒരു കരച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും കേൾക്കും. തൊട്ടടുത്ത് ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഒരു കരച്ചിലോ ഒന്നും ഇല്ല എന്നുള്ളതും ഈ പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവരെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ആത്മഹത്യ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കും. പക്ഷെ പെൺകുട്ടിയെ കണ്ടിട്ടോ വളരെ ഹാപ്പി ആയിട്ട് വളരെ എന്താണ് അവരുടെ കൂട്ടത്തിൽ കളിച്ച് ഈ പറയുന്ന വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടിയായിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഈ ഡോസ് കോഡ് വന്ന് നേരെ അവിടെ ഒരു കടയിലുള്ള ഒരാളെ ആ കടയെ അതുവരെ പോയി ആ കടക്കാരൻ അറിയാതെ ഇവിടെ വേറെ ഒന്നും നടക്കില്ല, ആ കടക്കാരനെ ചോദ്യം ചെയ്യണമെന്നാണ് ബന്ധു ആവർത്തിച്ച് പറയുന്നത്. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തട്ടിക്കൊണ്ട് പോക്കൽ ഈ പെൺകുട്ടികൾ അങ്ങോട്ട് മാറിയപ്പോൾ ഈ പെൺകുട്ടിയെ മുഖത്തെന്തെങ്കിലും ഈ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സംശയം പോലെ എന്തെങ്കിലും മയക്കുമരുന്ന് കൊടുത്ത് തട്ടിക്കൊണ്ട് പോയതിനു ശേഷം ഈ ഒരു പ്രശ്നം, അതായത് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തൊക്കെ അവർ ഇന്നലെ മെടിയാന്നൊക്കെ നോക്കിയിട്ട് കിട്ടാത്തൊരു സാധനം ഡ്രോൺ വെച്ച് വരെ നോക്കിയിട്ട് പോലും ഈ ഒരു സംഭവം കണ്ടില്ലായിരുന്നു. ഇന്നെങ്ങനെ അവിടെ ആ ഒരു സ്ഥലത്ത് ഈ ഒരു മൃതദേഹം വന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പിന്നെ കൊണ്ടിട്ടതാണോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. എപ്പോഴാണ് ഈ പെൺകുട്ടി മരിച്ചത്, എങ്ങനെയാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിനൊരു ഒരു വ്യക്തത വരത്തുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും ഇതൊരു അപകട മരണമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു അപകട മരണമാവാൻ ചാൻസസ് വളരെ കുറവ്. ഒന്നുകിൽ ഈ പെൺകുട്ടി സ്വയമേ മരിച്ചതാവണം. അങ്ങനെ ഈ ഒരു വീഡിയോ ഫുട്ടേജ് തൊട്ട് മുമ്പുള്ള വീഡിയോ ഫുട്ടേജാണ്. ഈ വീഡിയോ ഫുട്ടേജ് കണ്ടിട്ട് പോലും അങ്ങനെ ഒരു ചിന്തയോ ഒന്നും ഈ വരാനുള്ള ഒരു ചാൻസ്. വളരെ പ്രസന്നമതിയായിട്ട് വളരെ സന്തോഷത്തോടുകൂടി കൂട്ടുകാരികളോടൊത്ത് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സെൽഫി എടുക്കുന്ന പെൺകുട്ടിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വൻ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ വിപുലം. അവളിപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പോസ്റ്റ്മോർട്ടം വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.